ഇറാനിലെ നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 14-ന് ലോകമെമ്പാടുമുള്ള പ്രധാന നഗരങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഇറാൻ മുൻ രാജകുമാരൻ റസാ പഹ്ലവി. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 14 ആഗോള പ്രവർത്തന ദിനമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാനിലെ ലയൺ ആൻഡ് സൺ റവല്യൂഷനെ പിന്തുണ പ്രഖ്യാപിച്ചാണ് ഈ നീക്കം. തിങ്കളാഴ്ച തന്റെ ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് വിദേശത്തുള്ള ഇറാനികളോടും ലോകമെമ്പാടുമുള്ള പിന്തുണക്കാരോടും മ്യൂണിക്, ലോസ് ആഞ്ചലസ്, ടൊറാന്റോ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഒത്തുകൂടാൻ നാടുകടത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് റസാ പഹ്ലവി ആഹ്വാനം ചെയ്തത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ സംവിധാനങ്ങൾ നിർത്തലാക്കുക, ഭരണകൂടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുക, ഇറാനിലെ ജനങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കുക, ഭരണകൂടത്തിന്റെ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുകയും കുറ്റവാളികളെ വിചാരണ ചെയ്യുകയും ചെയ്യുക, എല്ലാ രാഷ്ട്രീയ തടവുകാരെയും അടിയന്തരമായി മോചിപ്പിക്കുക, ഇറാനെ ജനാധിപത്യത്തിലേക്ക് നയിക്കുന്ന ഒരു താൽക്കാലിക സർക്കാരിനെ അംഗീകരിക്കാൻ തയ്യാറാവുക തുടങ്ങിയ 6 പ്രധാന ആവശ്യങ്ങളാണ് പഹ്ലവി മുന്നോട്ട് വെച്ചത്. 1979-ലെ വിപ്ലവത്തിനു മുൻപ് ഇറാന്റെ ദേശീയ പതാകയിലുണ്ടായിരുന്ന ചിഹ്നമാണ് സിംഹവും സൂര്യനും. വിപ്ലവത്തിന് ശേഷം ഈ ചിഹ്നം മാറ്റപ്പെട്ടിരുന്നു. നിലവിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളുടെ പ്രതീകമായി ഈ ചിഹ്നം ആഗോളതലത്തിൽ മാറിയിട്ടുണ്ട്. വെറും രാജഭരണത്തിന്റെ തിരിച്ചുവരവിനേക്കാൾ ഉപരിയായി നിലവിലെ ഭരണകൂടത്തോടുള്ള എതിർപ്പും ദേശീയ വികാരവുമാണ് ഈ പതാകയിലൂടെ പ്രതിഷേധക്കാർ ഉയർത്തിക്കാട്ടുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അധിനിവേശ ഭരണം കൂട്ടക്കൊലകളിലൂടെയും ക്രൂരമായ അക്രമങ്ങളിലൂടെയും നമ്മുടെ ജനതയുടെ ഇച്ഛാശക്തി തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ പരാജയപ്പെട്ടു. ഭയത്തിന്റെ കാലം അവസാനിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ കാലം അടുത്തുവെന്ന് പഹ്ലവി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാ മുഹമ്മദ് റസാ പഹ്ലവിയുടെ മകനാണ് റസാ പഹ്ലവി. നിലവിൽ അമേരിക്കയിൽ കഴിയുന്ന അദ്ദേഹം ഇറാനിലെ ഭരണമാറ്റത്തിനായി വിദേശത്തു നിന്നും ശബ്ദമുയർത്തുന്ന ഏറ്റവും പ്രമുഖനായ നേതാവാണ്.